അപ്പോൾ നമ്മളൊരു 2 മാസത്തെ ട്രിപ്പിന് ശേഷം നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ വീട്ട് കണ്ടു കഴിഞ്ഞാൽ കാട് തോറ്റുപോകും കഥാ. ഐ എന്താ ഭംഗി നോക്ക്. കാട് തോറ്റു പോകുന്ന പരിവായിട്ടുണ്ട് നമ്മുടെ വീട് എന്തായാലും. അപ്പം ഞാൻ ഓസോ എന്ന് അയച്ചുവിടാൻ പോവാണ്. പിള്ളേരെല്ലാം കൂട്ടി കിടക്കല്ലേ. അവന്റെ വെള്ളം കൂടി സ്പോട്ടാണ് ഇത്. വേണ്ട കാണിച്ചു തരാം. ഇവയ്ക്ക് ആടിനെ കാണാൻ വേണ്ടിയിട്ട് കരയാണ്, പരിചയപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വന്നതാണ് ഇവയ്ക്ക്. എടുത്തു, ഇതാ ആട്ടുമാമ. ചെല്ലു, ഇതാ ആട്ടുമാമയാ. കൊള്ളാവോ ആട്ടുമാമ? നല്ല ആട്ടുമാമയാണോ? പോയി ഒരു പേരും തോന്നി വെക്ക്. പോയി ആട്ടുമാമയുടെ പേരും തോന്നി വെക്ക്. അടുത്ത ഞങ്ങളുടെ ഒരുമിച്ച് നിന്നാ അവ ആടിനെ പരിചയപ്പെടുന്ന സീനാണ് കേട്ടാ. ഓഹോ. അപ്പൊ ഞങ്ങള് ഓച്ചമ്മോൻ ആടിനെ പരിചയപ്പെടാൻ പോയി നിൽക്കുകയാണ്. അവൾ കുത്തിട്ടാ ഇഞ്ചാ ഓച്ച. പോയി അതുവഴി അങ്ങ് പോയി. അടുത്തത് പാത്തുമാണ് കേട്ടോ. അയ്യോ, പാത്തുവിന് ഭയങ്കര എക്സൈറ്റഡ് ആയി എന്നെ കണ്ടപ്പോൾ. കുറേ നാളിന് ശേഷം കാണല്ലേ, ഓടി വന്ന് കെട്ടിപ്പിടിച്ച്. അവൾക്ക് എന്തോ ചെയ്യണമെന്നറിയില്ല. ഇതിലെ പൊതുവെ ഇത്തിരി വെപ്രാളം കൂടിയ ബ്രീഡും കൂടി ആയതുകൊണ്ട് അവൾക്ക് നിലത്ത് നിൽക്കാനും വയ്യ, അന്തരീക്ഷത്തിൽ നിൽക്കാനും വയ്യ എന്ന പോലെ തുള്ളി കളിക്കായിരുന്നു. അവൾ സത്യം പറഞ്ഞാൽ ആടിനെ ഒന്നും കണ്ടില്ല. ഒരു എക്സൈറ്റ്മെൻറ്റില്ല. ആടിനെ കാണിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നത്. അവൾ ആടിനെയും കണ്ടില്ല, ചുറ്റോളം ഒന്നും കണ്ടില്ല. മറ്റേ എന്നെ കണ്ട സന്തോഷത്തിന് ഇങ്ങനെ തുള്ളി ചാടി സ്നേഹിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇറക്കിയത് ജേനീനെയാണ് കേട്ടോ. ഇത് നമ്മുടെ ജെനിഫർ. അപ്പം ജെനി അവർ ഷിറ്റ്സു ബ്രീഡ് ആയതുകൊണ്ട് തന്നെ അവളുടെ രോമമൊക്കെ കുറേയൊക്കെ ജട പിടിച്ചിട്ടുണ്ടായിരുന്നു. അധികമൊന്നുമില്ല, ഇത്തിരിയൊക്കെ മാറ്റടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നല്ല തടിച്ചിരിക്കുമായിരുന്നു. ഒത്തിരി ഇറങ്ങി കളിക്കി കൊടുക്കുകയും ചെയ്യാണ്ട് ഒരിടത്ത് തന്നെ അടങ്ങി കിടന്നുകൊണ്ട് അതൊന്നും നല്ല തടിയൊക്കെ വെച്ചിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് ജടയൊക്കെ ഉണ്ട്. അതൊന്ന് കുളിപ്പിച്ച് നമ്മളൊന്ന് ഗ്രൂം ചെയ്തെടുക്കുമ്പോഴത്തേക്ക് സെറ്റാകും. വലിയ വിഷയമൊന്നുമല്ല. വീഡിയോയിൽ ഒരു മിന്നൽ പോലൊരു സാധനം പോയത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഒരു സാധനമാണ്, തുരപ്പനേരി പോലത്തെ ഒരു സാധനം. അതിനെ ആ വീഡിയോയിലൊന്നും അങ്ങനെ കാണാൻ പറ്റുകയില്ല. ഇതാണ് ആ മോഡൽ, നമ്മുടെ വയലറ്റ്. അപ്പോൾ അവൾ അയച്ചു വിട്ട കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒറ്റ വെടിയിൽ വിട്ട് എങ്ങോട്ടാന്ന് കൂടി അറിയില്ല. പിന്നെ വല്ല ഓലഡയിലൊക്കെ ആയാലും കാണാൻ പറ്റാത്തതുകൊണ്ട് എങ്ങോട്ട് പോയെന്നും അറിയില്ല. എന്തായാലും 2 റൗണ്ട് ആയി കഴിഞ്ഞ് തിരിച്ചു വന്നു. അവളുടെ നിന്ന് കളിക്കായിരുന്നു കേട്ടോ. ഒത്തിരി നാളായാലും ഇറങ്ങി. അക്യൂറിയത്തിലെ മീനുകൾ മൊത്തം ചത്തു മേടിച്ചു വന്നപ്പോഴത്തേക്ക് നിറയെ മീനുകളുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള അക്യൂറിയായിരുന്നു. എന്ത് രസമായിരുന്നു അറിയത് കാണാൻ. ഇപ്പം ഞാൻ അതാ ലൈറ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് സെറ്റ് ചെയ്യുന്ന ചെടികളൊക്കെ ഒത്തിരി കാട് പോലെ വളർന്നു. പക്ഷേ മീനുകളൊക്കെ ചത്തുപോയി. എന്ത് ചെയ്യാനാ. അപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ അവസ്ഥയൊക്കെ ഇതായിരുന്നു. ഏകദേശം ഈ പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ എന്തൊക്കെയോ പ്രാണികളും ജീവികളും ഒക്കെ ആയിട്ട്. അപ്പം ഒരു ദിവസം കഴിഞ്ഞു. രാത്രിയിലൊക്കെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞു. 2ാമത്തെ ദിവസമാണ് രാവിലെ. മുതലുകളെ ലയിച്ചിട്ടുണ്ട്. ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കിയുള്ളവരെ കാണില്ല. ആട്ടുമാമ ഇവിടെ ഉണ്ട്. അസി ഇവിടെ നിൽക്കുന്നു. 2-3 ഓടി നടക്കുന്നു. ഇന്നലെ ഭാഗ്യത്തിന് മഴയ്ക്ക് മുമ്പായിട്ട് മുറ്റം മൊത്തം തൂക്കി വൃത്തിയാക്കി കത്തിച്ച്. അത് നന്നായി എന്ന് തോന്നുന്നു. കാരണം രാത്രിയിൽ ഗംഭീര മഴയായിരുന്നു. ഫ്രിഡ്ജ് കേടായ കാരണം പച്ചക്കറികളൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു വെക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതെന്തായാലും കുറച്ച് ദിവസം എടുക്കും ശരിയായെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യത്തിന് നോക്കിയപ്പം മുറ്റത്ത് നിന്ന് നമ്മുടെ പന്തൽ കിട്ടിയിരുന്ന പാഷൻ ഫ്രൂട്ടിൽ കുറേ കോവൽ കിടപ്പുണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ടും കോവലുണ്ടായിരുന്നു. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സീസൺ കഴിഞ്ഞുകൊണ്ട് അതില്ല. പക്ഷേ കോവൽ കുറേ അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഉണ്ട്. കുറേയൊക്കെ പഴുത്തു പോയി, കുറേയൊക്കെ താഴെ വീണ് കിളിച്ച് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇത് ബാക്കി നിന്ന കുറച്ച് സാധനങ്ങൾ. അപ്പം ഞാൻ അതൊന്ന് പറിച്ചു. തോരനോ മെഴുക്കുവരട്ടിയോ എന്താണെന്ന് വെച്ചാൽ വയ്ക്കാമല്ലോ എന്ന് പറിച്ചു വന്നപ്പം ഉണ്ടായിരുന്നു. ഒന്ന് കറി വെച്ചെടുക്കാനുള്ളത് ഉണ്ടായിരുന്നു. രാത്രി ഉണ്ടായിരുന്നു നമ്മൾ കോവയ്ക്ക പറിച്ചു വന്നപ്പം. കുഴപ്പമില്ല. സവാളയൊക്കെ കൂടെ വരുമ്പം ഒരെണ്ണം വേറൊരാൾ കോവയ്ക്ക തന്നെ വന്ന് ഇപ്പോണ്ടിയാ. അവൾ ആദ്യമായിട്ട് കാണുകയാണ്, കോവയ്ക്കൊന്നും അറിയില്ല. അപ്പോൾ അവളത് തിന്നാൻ വേണ്ടി ഇവിടെ തുള്ളി കളിക്കുന്നുണ്ട് നിന്ന്. നമ്മൾ വന്നു എന്നറിഞ്ഞ് ഡുണ്ടുമോളെ കാണാനും, ഡുണ്ടുമോൾ അവളുടെ ഭയങ്കര ദോസ്താണല്ലോ, ഡുണ്ടുമോളെ കാണാനും പിന്നെ പുതുതായിട്ട് കൊണ്ടുവന്ന ആടിനെ കാണാനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത കാരണം എന്താ മതിലിൻ്റെ മണ്ണയ്ക്ക് ഒരു ഏണിയൊക്കെ എടുത്ത് ചാരിയിട്ട് അവിടെ എത്തി കുത്തി വന്ന് നിൽപ്പുണ്ടായിരുന്നു. മൈൻഡിലൂടെ ചോദിച്ചു. അപ്പോൾ ആമയ്ക്കും പിള്ളേർക്കും കൊടുക്കാനും പിന്നെ അല്ലാണ്ട് നമ്മൾ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് അവിടെ നിന്ന് വന്നപ്പോൾ കുറേ പട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഡോറാമ്മയുടെ ആമയ്ക്ക് സ്പൈഡർമാൻ അവന് ഇത് കണ്ട് രണ്ടുപേരും കണ്ടത്. ഇതെവിടെ പോകുമ്പോൾ ബീച്ചിൽ പോകുമ്പോഴത്തേക്ക് പട്ടം കൈമാറുന്ന ചടങ്ങാണ് നടക്കുന്നത്.